ഒന്നുകൂടി നീട്ടി കിട്ടണം, അല്ലെങ്കിൽ വസ്തു വിറ്റ് കിട്ടണം, അങ്ങനെയുള്ള ഇപ്പം ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെ ദൈവം ക്ഷമിക്കും. ഉടമ്പടി പുതുക്കിയിട്ടും ആ കച്ചവടം തന്നെയാണെങ്കിൽ നടക്കത്തില്ല ഈ പരിപാടി. ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് നീ പ്രേക്ഷിത പ്രവർത്തനത്തെ പുരോഗമിച്ചില്ല, അതുപോലെ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ മൂലം വിശ്വാസം സജീവമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി നിരങ്ങാൻ സാധ്യതയുണ്ട്. ഓട്ടമല്ലവരാണ്, പിന്നെ നിരങ്ങാൻ പോകും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് എന്ത് ഈ ഉടമ്പടി എടുത്തിട്ട് നമ്മൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് ദൈവം നോക്കിക്കൊള്ളൂ. നിങ്ങളെന്താ ചിന്തിക്കേണ്ടത്? ഞാൻ ഉടമ്പടി എടുത്തിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി, അതാണ് സംഭവം. നേരെ മറിച്ചാണ് വരേണ്ടത്. ഞാൻ ഈ ഉടമ്പടി ജീവിതം തുടങ്ങിയിട്ട് അതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി. അപ്പോൾ ഉടമ്പടി ചിലപ്പോൾ സിൽവർ ഗ്രേ വരെ വന്നായിരിക്കും, പക്ഷേ ദൈവത്തിനുള്ള പ്രയോജനം വളരെ ചുരുക്കമായിരിക്കും. അവരെപ്പോഴും ആന്തി നടക്കണത് അവർക്കെന്ത് പ്രയോജനം ഉണ്ടായി, അവർക്കെന്ത് പ്രയോജനം ഉണ്ടായെന്നാണ്. ഇപ്പം ദൈവത്തിനാണ് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഈ ദൈവസ്നേഹം ഉള്ളവരാണ് അങ്ങനെ ചിന്തിക്കണത്. നിങ്ങൾക്ക് മാത്രം എന്ത് പ്രയോജനം ഉണ്ടായെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളുള്ള സ്നേഹമാണ്, ദൈവത്തോടുള്ള സ്നേഹം അല്ല. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ വളർന്നിട്ടില്ലെന്ന് എൻ്റെ അർത്ഥം. 5 പുതുക്കി എനിക്കെന്ത് പ്രയോജനം ഉണ്ടായി, എനിക്ക് കിട്ടിയിട്ടുള്ള കുറേയൊക്കെ അനുഭവങ്ങൾ കിട്ടി, കുറേയൊക്കെ അടയാളം കണ്ട്, ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞതാണ്. ഇങ്ങനെ ആണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, മറിച്ച് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി. ദൈവത്തിന് പ്രയോജനം ഉണ്ടായതായിട്ട് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് GPS ആവശ്യമില്ല. നെറ്റ്വർക്കില്ലാതെ തന്നെ ഈ സാധനം ഹിറ്റ് ചെയ്യും. അതെപ്പോഴും നമ്മുടെ ഏറ്റവും ടെക്നിക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരണം, അല്ല നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എന്താണ് ഇതിന് ടെക്നിക്കാണ്. അതായത് ഈ ഉടമ്പടി ജീവിച്ചിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി, ഞാൻ മൂലം എത്ര പേര് ഉടമ്പടി ജീവിതത്തിലോട്ട് വന്നു. ചിലർക്ക് പത്രം കൊടുത്തിട്ട് പോരും, ചിലരങ്ങനെയല്ല. അവർ എണ്ണിയിരിക്കുകയാണ് 100, 110, 150, 200 അങ്ങനെ എണ്ണിയിട്ടുണ്ടവർ. എന്താണ് അവർ മൂലം ഉടമ്പടി ജീവിതത്തിലൂടെ വന്ന ആൾക്കാരുടെ എണ്ണമാണത്. നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെയുള്ള സുവിശേഷ വേല ചെയ്യും, പക്ഷേ നിങ്ങളത് കിട്ടി അത് ആരെങ്കിലും വന്ന് കാണുമായിരിക്കും. അപ്പോൾ അതിനെ അത്ര കണ്ട് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകെ നടക്കണം. അതാണ് ആ ബൈബിളിനകത്ത് എഴുതി. പീലിപ്പോസ് 2 കാര്യം ചെയ്തു. എന്താണ്? ഓടി വന്നു, പിന്നെ എന്താണ്? രഥത്തിൻ്റെ